പൊന്നാനിയിൽ 1000 പേർക്ക് നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. പൊന്നാനിയിലെ നീന്തൽ കൂട്ടായ്മയായ സിംബ്രോസിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. മുങ്ങി മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നീന്തൽ പരിശീലനം എന്ന ലക്ഷ്യവുമായി പൊന്നാനിയിലെ നീന്തൽ കൂട്ടായ്മ രംഗത്തെത്തിയത്. ഈ വർഷം 1000 പേർക്ക് നീന്തൽ പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. നരിപ്പറമ്പ് പമ്പ് ഹൌസിനടുത്തും മാറഞ്ചേരി, പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ കുളങ്ങളിലും സ്വിമ്മിംഗ് പൂളിലുമായാണ് പദ്ധതി പൂർത്തിയാക്കുക. സ്കൂൾ വിദ്യാർത്ഥികൾ, യുവാക്കൾ, വനിതകൾ തുടങ്ങിയവരെ ഒരു വർഷത്തിനുള്ളിലായി 1000 എന്ന എണ്ണം പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. ഒരു ചെറിയ പ്രദേശത്തിനകത്ത് ഇത്രയധികം ജലാശയങ്ങൾ ഒന്നിച്ചുള്ള മറ്റൊരു സ്ഥലം ചിലപ്പോൾ കണ്ടുപിടിക്കും. അപ്പൊ അത്രയധികം ജലാശയങ്ങളുള്ള ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും അതൊരു പാരമ്പര്യം നിലനിർത്തും. ആ പാരമ്പര്യമാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യമായി ചിന്തിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ ജീവരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഇതിനെ കാണും, ജീവരക്ഷയ്ക്ക് വേണ്ടി കാണും. കാരണം പ്രകൃതി നിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എപ്പോഴാണ് വരൾച്ച വരിക, എപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുക എന്നാർക്കും ഒരു മുൻപിലൊരു പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം ആവശ്യമാണ്, അത് അത്യാവശ്യമാണ്. ഇതാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റേത് ദേശത്തിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. പ്രസിഡന്റ് PP മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് KA ബക്കർ, പൊന്നാനി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാജേഷ്, ഉമറുൽ ഫാറൂഖ് മൗലവി, KC മുഹമ്മദ് ബഷീർ, VP ഗംഗാധരൻ, ഫിറോസ് ആന്തൂർ, മജിദ് K എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിംബ്രോസ് കുടുംബത്തിലെ 10ാം ക്ലാസ് ഹയർ സെക്കൻഡറി വിജയികളെ അനുമോദിച്ചു. PGTV ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.